വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ റാന്നിയിലെ CPM നേതാവിന് കുരുക്കുമുറുകുന്നു. പാർട്ടി തലത്തിൽ ഒത്തുതീർപ്പിന് ശ്രമം നടന്നതായാണ് അതിജീവിത വെളിപ്പെടുത്തുന്നത്. വിവാഹം നടത്തിത്തരാമെന്ന് പറഞ്ഞ റാന്നിയിലെ പ്രമുഖ നേതാവ് സമീപിച്ചു. പരാതി പിൻവലിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ടായെന്നുമാണ് വെളിപ്പെടുത്തൽ. കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമം നടന്നതായും യുവതി പറയും. പാർട്ടിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ കല്യാണം കഴിക്കും, 23-ാം തീയതി തന്നെ വന്ന് വിവാഹം നടക്കും. പാർട്ടി അതിനോട് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വിവാഹം നടത്തണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെന്നാണ് ആൾ എന്നോട് പറഞ്ഞത്. ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ കൊടുത്തത്. അത് സെറ്റിൽമെന്റ് ആക്കാനായിട്ട് ഇരുന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണ്, ഇങ്ങനെയുള്ള കേസ് ആകുമ്പോഴത്തേക്കിനും ഡയറക്റ്റ് അവർക്ക് കേസ് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം അവിടെ നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്തെങ്കിലും കോൾ റെക്കോർഡിങ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിവരങ്ങൾ നൽകാൻ ഗോകുൽ രമേശ് ചെയ്യുന്നുണ്ട്. ഗോകുൽ പുറത്ത് കൊണ്ടുവന്ന വാർത്തയാണ്. ഗോകുൽ, കഴിഞ്ഞ ദിവസം പാർട്ടി ഇതിൽ നിന്നെല്ലാം കൈയൊഴിഞ്ഞ് ഈ നേതാവിനെ എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും നീക്കിയെന്നാണ് അറിയിച്ചത്. ഇപ്പോഴിതാ അതിജീവിതയുടെ ഓഡിയോ സന്ദേശത്തിൽ ചില ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ട്. ഒരു പ്രമുഖ നേതാവ് ഈ പെൺകുട്ടിയെ കണ്ടു. ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് ഇത്തരത്തിൽ ഈ പരാതി ഒത്തുതീർപ്പാക്കാനുള്ളൊരു ശ്രമം CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആ പ്രമുഖ നേതാവ് ആരാണ്? ഒപ്പം പോലീസിന്റെ ഭാഗത്തു നിന്നും എങ്ങനെയാണ് CPM-ന് വേണ്ടി ഇത്തരത്തിലൊരു നീക്കം നടന്നത്? ഗോകുൽ. അശ്വതി, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നത്. അതായത് CPM-ന്റെ റാന്നിയിലെ നേതാവായിട്ടുള്ള അലൻ മാത്യു ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി ഒരു പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചു. ആ പെൺകുട്ടി ആത്മഹത്യാ ശ്രമം നടത്തി എന്നുള്ള വാർത്ത. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഈ കുട്ടി ഫെബ്രുവരി മാസത്തിലാണ് പോലീസിന് പരാതി നൽകിയത്. റാന്നി DYSPക്കാണ് ആ പരാതി നൽകുകയുണ്ടായത്. തുടർന്ന് ഈ പരാതി പിൻവലിക്കാൻ വേണ്ടിയിട്ട് CPM-ന്റെ പാർട്ടി തലത്തിൽ വലിയ ഇടപെടലുകൾ നടന്നു. ഒരു റാന്നിയിലെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ അതിന് ഇടനിലക്കാരനായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആ പെൺകുട്ടി ശബ്ദ സന്ദേശത്തിൽ കൃത്യമായിട്ട് പറയുന്നത്. മുൻ MLA ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയതെന്നുള്ളതാണ് സൂചന നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമായിട്ടും ഈ പാർട്ടി ഇടപെട്ടുകൊണ്ട് കല്യാണം നടത്താം എന്നുള്ള ഒരു ഉറപ്പ് പെൺകുട്ടിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരാതി പിൻവലിക്കണം തുടങ്ങിയിട്ടുള്ള നിബന്ധനകളാണ് പാർട്ടി മുന്നോട്ട് വെച്ചിരുന്നത്. തുടർന്നത് മാത്രമല്ല, പാർട്ടി തലത്തിൽ മാത്രമല്ല, പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ കുട്ടിക്ക് നേരെ സമ്മർദ്ദമുണ്ടായി പരാതി പിൻവലിക്കാൻ എന്നുള്ളതാണ് കുട്ടി പറയുന്നത്. പ്രത്യേകിച്ച് DYSPക്ക് അടക്കം പരാതി നൽകിയിട്ടും ആദ്യഘട്ടത്തിലൊന്നും കേസെടുക്കാനായിട്ട് പോലീസ് തയ്യാറായിരുന്നില്ല. പലതവണ ഈ പോലീസിനെ സമീപിക്കുമ്പോഴും നിങ്ങൾ ഈ അലൻ്റെ കുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തുതീർപ്പിന് ശ്രമിക്കൂ എന്നുള്ള രീതിയിലുള്ള പ്രതികരണം മാത്രമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ തൻ്റെ പരാതിയിൽ വേണ്ട വിധത്തിലുള്ള അന്വേഷണം നടത്താനായിട്ടൊന്നും അല്ലെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കാനൊന്നും പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത്. മാത്രമല്ല, ഈ പെൺകുട്ടിയെ കള്ളക്കേസിൽ കൊടുക്കാനടക്കം പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ പെൺകുട്ടി ജോലി ചെയ്യുന്നത് തൃശ്ശൂരിലാണ്. അവിടുത്തെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പെൺകുട്ടിക്കെതിരെ വ്യാജ കേസുകൾ ഈ അലൻ മാത്യു അടക്കമുള്ള ആളുകൾ നൽകുകയും തനിക്കെതിരെ അത്തരത്തിൽ കള്ളക്കേസുകളിൽ കൊടുക്കാനുള്ള ശ്രമവും നടന്നതായിട്ട് ഈ പെൺകുട്ടി പറയുകയും ചെയ്യുന്നു. അതിനിടയ്ക്ക് ഈ അലൻ്റെ വീട്ടുകാർ തന്നെ ബന്ധപ്പെട്ടിരുന്നു. തുടർന്ന് ഈ മാർച്ച് മാസം 23-ാം തീയതി കല്യാണം നടത്തിത്തരാമെന്ന് അല്ലെങ്കിൽ നടത്താമെന്ന് അവർ വാഗ്ദാനം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി പോലീസിന് നൽകിയ പരാതി പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വിശ്വസിച്ച്, ആ വാക്ക് വിശ്വസിച്ച് പരാതി പിൻവലിച്ചു. പക്ഷേ അതിനുശേഷം അലൻ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കല്യാണത്തിന് സമ്മതിക്കില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമം നടത്തുകയുണ്ടായത്. സമൂഹത്തിൽ വലിയ മാനക്കേടുണ്ടായി. വീട്ടിലും നാട്ടിലുമൊക്കെ എതിർപ്പ് ശക്തമായതോടു കൂടിയിട്ടാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നുള്ളതാണ് പെൺകുട്ടി പറയുന്നത്. നിലവിൽ ആ പെൺകുട്ടി ഇപ്പോഴും കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് വന്ന് പെൺകുട്ടിയുടെ മൊഴിയെടുപ്പടക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു നടപടിയും ഈ പരാതിയിൽ ഉണ്ടായിട്ടില്ല. അലൻ മാത്യു എന്ന CPM നേതാവിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാനായിട്ട് റാന്നി പോലീസ് തയ്യാറായിട്ടില്ല. നിലവിൽ റാന്നി ഏരിയ കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റുമാണ് ഈ അലൻ മാത്യു എന്ന് പറയുന്ന ആൾ. ഇയാൾക്കെതിരായിട്ടാണ് ഇത്തരത്തിലൊരു ആരോപണം പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ട് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പെൺകുട്ടിയുടെ ആരോഗ്യനില അടക്കം വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ്. ആരോഗ്യനിലയും അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള നിലയും വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് എന്നാണ് ആ പെൺകുട്ടി നമ്മളോട് രാവിലെ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായത്. എന്തായാലും ആ പെൺകുട്ടിയുടെ പരാതിയിൽ ഇനിയും നടപടി വൈകുകയാണെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് തന്നെ കാരണമായേക്കും. എന്തായാലും പോലീസ് ആണ് ഇതിന്മേൽ കൃത്യമായിട്ട് നടപടി സ്വീകരിക്കേണ്ടത്. പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണത്തിൽ ഒരു വലിയലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി ഗോകുൽ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും സ്ത്രീ സുരക്ഷയെപ്പറ്റി 24 മണിക്കൂറും വാചാളരാകുന്ന CPM-ൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു ദുരനുഭവം അതിജീവിതയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ ഒത്തുതീർപ്പിന് എത്തിയത് റാന്നിയിലെ ഒരു പ്രമുഖ നേതാവാണ്. യെസ്.